ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഏത് ലോകമഹാ രഹസ്യം പറയാനാ നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്? ലോകത്തുള്ള ജനങ്ങളെല്ലാം പറയുന്നുണ്ട് ഒരു മെർമെയ്ഡ് നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് കേട്ടല്ലോ. എന്തിനാ ജനങ്ങളെ ഇങ്ങനെ വെറുതെ പറ്റിക്കുന്നത്? ആദ്യത്തെ കാര്യം മെർമെയ്ഡ് ഒന്നും ലോകത്തില്ല. രണ്ടാമത്തെ കാര്യം അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെന്തിനാ മനുഷ്യരായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത്? അഥവാ ഫ്രണ്ട്ഷിപ്പ് വെച്ചാലും എന്നാ അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്ക്. കമോൺ പ്രൂഫ് ദാ മെർമെയ്ഡ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കാണിക്ക്. എടാ മരമണ്ട, മെർമെയ്ഡ് ഉണ്ട്. ഞങ്ങള് കൂട്ടുകാരെല്ലാരും ചേർന്ന് ടോട്ടൽ മെർമെയ്ഡ് ഫാമിലിയായി രക്ഷിച്ചതാണ്. അന്ന് മുതൽ അവർ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവരുണ്ടെന്ന് ഞാനിപ്പോ നിരൂപിച്ച് കാണിക്കാം, നോക്കിക്കോ. പിന്നെ നീ ഒന്നും മിണ്ടില്ല. മറീന, മറീന, ഹായ് രംഗീല. ദേ വന്നിരിക്കുന്നു മറീന. വായടക്കേ ഈ കേറും. എന്താ കണ്ടില്ലേ? ഇപ്പൊ നീ ഷോക്കായി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? യെസ് രംഗീല, നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഷാക്കാൽ വേഗം ഒന്ന് പുറത്തേക്ക് വാ. ശരിക്കും മർമെയ്ഡ് ഒരു സാധനം ഉണ്ട്. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് മൈ ഡിയർ രംഗീല, നീ വെറും പാവമാണ്. വളരെ ഈസിയായി തന്നെ ഞങ്ങൾ വിരിച്ച വലയിൽ നീ വന്നങ്ങ് കുടുങ്ങിപ്പോയി. ഞങ്ങൾക്കറിയാമായിരുന്നു മർമെയ്ഡ് ഇവിടെ ഉണ്ടെന്ന്. എങ്ങനെയെങ്കിലും അവളെ പുറത്തേക്കൊന്ന് കൊണ്ടുവരണം. ആ ജോലി ഇപ്പൊ നീ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ലടാ. മറീന ഓടി രക്ഷപ്പെടാ. രംഗീല, ഹെൽപ്പ്! വേഗം രുദ്രയെ വിളിക്ക്. വേണ്ട വേണ്ട ഷാക്കാൽ, ഒന്ന് നിൽക്ക്, ഒന്ന് നിൽക്ക ഷാക്കാൽ. മറീന ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിച്ചിരിക്കുക. ബൈ ബൈ. സോറി രുദ്ര, വെരി സോറി. ഞാൻ ആ കള്ളന്മാരുടെ വാക്ക് വിശ്വസിച്ച് അറിയാതൊരു തെറ്റ് ചെയ്തതാ. എങ്ങനെങ്കിലും മരീനെ രക്ഷിച്ചേ പറ്റൂ. എല്ലാവരും ഒന്ന് സമാധാനിക്കേ, നിശബ്ദത പാലിക്കേ, സമാധാനിക്കേ. നിങ്ങളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി കടലിനടിയിൽ നിന്നും മെർമെയ്ഡിനെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും ഒരു അല്പം സമാധാനത്തോടെ ഇരുന്ന് ഈ ഷോ കണ്ട് രസിക്കേ. ഇപ്പൊ തുടങ്ങാൻ പോകുന്നു ദ ഗ്രേറ്റ് മെർമെയ്ഡ് ഷോ. ഞാൻ ഒന്നും ചെയ്യില്ല. എന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ സമ്മതിക്ക്. മറീന, ഒരിക്കലും പറ്റില്ലെന്ന് പറയരുത്. നീ ഇപ്പോൾ ചില അഭ്യാസങ്ങളെല്ലാം കാണിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ അക്വേറിയത്തിലെ വെള്ളം അത്രയ്ക്കും തണുപ്പായങ്ങ് മാറും. പിന്നെ നിനക്ക് ശ്വസിക്കാൻ പോലും പറ്റാതെ നീ കിടന്നങ്ങ് പെടയും. എന്താ അങ്ങനെ നിനക്ക് അനുഭവിക്കണോ? ഡെമോ കാണിക്കട്ടെ. അക്കീറ സക്കീറ വെള്ളത്തിനെ ഐസായി മാറ്റട്ടെ. വേണ്ട, ഇതൊന്ന് നിർത്ത്. ഞാനങ്ങ് ആകെ മരവിച്ചു പോകും. ഞാൻ അഭ്യാസങ്ങൾ ചെയ്ത് കാണിക്കാം.
मरने बेटे की शक्ल। ഹലോ രുദ്ര, വെൽക്കം ടു കാൾ സിറ്റി. നിനക്ക് നിന്റെ ഫ്രണ്ടിനെ ഒരിക്കലും രക്ഷിക്കാനാവില്ല. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഷക്കൽ, നീ എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ഞാൻ മരിനെ രക്ഷിച്ചു കൊണ്ടുപോയിരിക്കും. നിനക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല അല്ലേ? എന്നാൽ ആ സ്ക്രീനിൽ ഒരു ലൈവ് ടെലികാസ്റ്റ് ഒന്ന് നോക്ക്. പോലും നിന്റെ മുഖം ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നീ എത്ര മുന്നോട്ടേക്ക് പോയാലും ശരി, അത്രയ്ക്കും മറീനെ ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക്. इसका वाटर कंट्रोल हो. ഷാക്കാലിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. പെട്ടെന്ന് എന്താ ഇങ്ങനെ തടുത്ത് വരയ്ക്കുന്നത്? ഞാൻ ചെയ്ത മാജിക്കിലെ അത് റിവേഴ്സ് ആയി പോയി, അതുകൊണ്ടാ. ചെയ്യ, ഇനിയും ഒരുപാട് ചെയ്യ. അത് തകർക്ക്, അക്കൂറിയം അങ്ങ് തകർത്തേക്ക്. എന്ത് ഇതുപോലത്തെ പ്രശ്നമായല്ലോ രുദ്ര. അക്കൂറിയം മാത്രം തകർക്കരുത് പ്ലീസ്. അക്കൂറിയം തകർന്നെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കയ്യും കാലും മൂക്കൊക്കെ തകരുമെന്നാ തോന്നുന്നത്. ഷക്കൽ, നീ അങ്ങനെ സന്തോഷിക്കണ്ട. ഒരുപാട് സമയത്തേക്ക് നിനക്ക് മെറിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും വരും. ഒന്ന് സമാധാനിക്കും മെറിന. നിന്നെ രക്ഷിക്കാൻ ഞാൻ തിരിച്ചെത്തും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, ഞാൻ ചെയ്ത തെറ്റോർത്ത് എനിക്ക് എന്നെ നാണം തോന്നുക. പാവം മറീന അവിടെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. രംഗില, നീ അത് മറന്നേക്ക്. എന്റെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറ. ഷക്കാൽ കാൾ സിറ്റിയിലെ കാറ്റിൽ എന്റെ മുഖം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് എന്റെ മുഖം അടയാളം കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ എന്നെ തടയാനും ആവില്ല. അതായത് ഞാൻ എന്റെ മുഖം മാറ്റിട്ട് ചെല്ലുകയാണെങ്കിൽ ഞാൻ അകത്ത് ചെല്ലുന്നത് തടയാൻ കഴിയില്ല. ഓ കൂട്ടുകാരെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നാ പിടിച്ചോ.
കാൾ സിറ്റിയിലെ മഹാജനങ്ങളെ, ഈ സോഗ ഞങ്ങളെ എല്ലാവരും പറ്റിച്ചിരിക്കുകയാണ്. ആ, എന്ത്? ഇവര് ചീറ്റിംഗ് ചെയ്ത് മറീനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കടലാണ് മറീനയുടെ വീട്. അവൾ അവിടെയല്ലേ താമസിക്കേണ്ടത്. ആ. എന്തൊക്കെയാണ് ഇവര് പറയുന്നത്? അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് മറീനയെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യ്. എന്താ ചെയ്യില്ലേ? എടാ, നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിങ്ങൾ എല്ലാവരും ഒറ്റ കെട്ടാണ്, ഫ്രോഡാണ്, ആത്മാർത്ഥത ഇല്ലാത്തവന്മാര്. നിങ്ങളോട് ആരോടും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പോവാ. ഓ, അപ്പൊ അത് ശരി. രംഗീലയുടെ കൂടെ മൈരയും വരുണും വന്നിട്ടുണ്ടോ? പക്ഷെ ആ പുതിയ പെണ്ണ് ആരാണ്?